നമസ്കാരം. കേരളത്തിൽ ചിത്രകലയ്ക്കും സാഹിത്യത്തിനും തങ്ങളുടേതായ സംഭാവനകൾ നൽകിയ രണ്ട് വ്യക്തികളാണ് ശ്രീ എം.വി. ദേവനും ശ്രീ കെ.സി.എസ്. പണിക്കരും. ശ്രീ എം.വി. ദേവന്റെ ജന്മദിനവും ശ്രീ കെ.സി.എസ്. പണിക്കരുടെ ഓർമ്മദിനവും എം.വി. ദേവന്റെ ആലുവയിലുള്ള ദേവാങ്കണം എന്ന വീട്ടിൽ വെച്ച് വളരെ നല്ല രീതിയിൽ ആഘോഷിക്കുകയുണ്ടായി. ഈ ചടങ്ങിൽ കേരളത്തിലെ പ്രശസ്തരായ സാഹിത്യകാരന്മാരും ചിത്രകാരന്മാരും രാഷ്ട്രീയ നിരൂപകരുമെല്ലാം പങ്കെടുക്കുകയുണ്ടായി. അതിന്റെ വാർത്തയിലേക്ക്. മഹാത്മാഗാന്ധി പട്ടാഭി ഫെയിലിയർ എന്ന് പറഞ്ഞ് നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചതും എന്നിട്ട് സുഭാഷ് ചന്ദ്രബോസ് ജയിക്കുകയും അത് കഴിഞ്ഞിട്ട് ഗാന്ധിജിയുടെ സഹായം പിന്തുണ ഇല്ലാത്തതുകൊണ്ട് മറ്റുള്ളവരൊക്കെ രാജിവെച്ചൊഴിഞ്ഞിട്ട് നേതാജി ഒറ്റക്കായി പോയതും ഇതിനൊക്കെ പറയുന്നത് ഗാന്ധിജിയുടെ ആ പ്രവർത്തനം ശരിയായില്ല എന്ന് പറയാനൊക്കെ ദേവമാഷ് കാണിച്ച ആർജവമുണ്ടല്ലോ. നമസ്കരിക്കാതെ വയ്യാൻ സാഹചര്യം അത്തരമൊരു വലിയ മനുഷ്യൻ. അതുപോലെ ഫിറോസ് ഗാന്ധി എന്നുള്ളത് ഗാന്ധിയല്ല, ഗാന്ധിയാണ്. ആകെ ജീവിതത്തിൽ അവിടെ വരുത്തിയിട്ടുണ്ടെങ്കിൽ എവിടെ വരെ വരുവാന്നല്ലോ നമ്മൾ ആലോചിച്ചത്. ഇത് ഗാന്ധിയല്ല, ഗാന്ധിയാണ്. ഈ സ്ഥാനങ്ങളെക്കാളും വലുതാണ് മനുഷ്യൻ എന്ന് പറയുന്ന വ്യക്തി എന്ന് വിചാരിക്കുകയും ആ ആദർശത്തെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയമായ കാര്യം ഞാൻ വിചാരിക്കുന്നു. ദേവൻ അതായിരുന്നു. മദ്രാസിൽ നിന്ന് പോരുന്ന സന്ദർഭം ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ മദ്രാസിൽ ചെന്ന് ദേവനുമായി ആഘോഷിച്ചിട്ട് കാലത്ത് ദേവൻ അന്ന് മദ്രാസ് എഴുതുകല അക്കാദമിയുടെ സെക്രട്ടറിയാണ്. എഴുതുകല അക്കാദമിയുടെ സെക്രട്ടറി മലയാളിയായിരിക്കുന്നത് ശരിയല്ല എന്ന് തമിഴ് പുറത്തുകൊണ്ടിരിക്കുന്ന കാലവുമാണ്. ഇപ്പൊ നമുക്ക് പറയാം ദേവനെ അവിടെ നിന്ന് ചതിക്കാൻ വേണ്ടി ആളുകൾ അതിനകത്ത് ശരിയായില്ല എന്നൊന്നും നമ്മൾ അതിനേക്കാൾ മോശം കാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ ദേവൻ ചെയ്തത് ഇങ്ങനെ ഒരു മറുമുറിയുണ്ട് എന്ന് അറിഞ്ഞ നിമിഷത്തിൽ രാജി സമർപ്പിച്ചിട്ട് സുഖമായി ഇങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. ഇവിടെ അതിനേക്കാൾ വലിയ ജോലിയൊന്നും ഉണ്ടായിട്ടില്ല. മാതൃഭൂമിയിൽ നിന്ന് രാജിവെച്ചിട്ടാണ് മദ്രാസിയിൽ എഴുതുകല അക്കാദമിയുടെ സെക്രട്ടറിയായിട്ട് പോകുന്നത്. അത് പോകുന്ന സമയത്ത് വീമൻ നായർ പറഞ്ഞത് ദേവന്റെ കസേരയൊന്നും മാതൃഭൂമിയിൽ ഒഴിഞ്ഞു കിടക്കുമെന്നാണ്. വേണമെങ്കിൽ മദ്രാസിയിൽ നിന്ന് വീണ്ടും കോഴിക്കോട് വന്ന് ആ സ്ഥാനത്ത് ദേവൻ ഇരിക്കുമായിരുന്നു. ദേവൻ പറഞ്ഞത് ഞാൻ കുറെ കൂടി മെച്ചപ്പെട്ടൊരു സ്ഥാനത്തേക്ക് പോകാൻ വേണ്ടി രാജിവെച്ചതാണ്. വീണ്ടും അത് നഷ്ടപ്പെട്ടപ്പോൾ തിരിച്ചവിടെ വന്നിരിക്കുന്നത് ഒരു വകയാണ് എന്നുള്ള വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. മറ്റൊരു ആദ്യമായിട്ട് കാണുന്നത് ഇന്ത്യയുടെ ശതാബ്ദി ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ തലശ്ശേരിയില് ടൗൺ ഹാളിൽ വെച്ചിട്ട് ദേവമാഷൊരു പ്രഭാഷണം ഉണ്ടായിരുന്നു. അതായത് മനസ്സിൽ ദേവമാഷ രൂപം ഒരു ഭഗവാൻ താടി പൈപ്പ് ഒക്കെ ആയിട്ടുള്ള വളരെ ഒരു രൂപമാണ്. വളരെ തീക്ഷ്ണമായ കണ്ണുകളുള്ള രൂപമാണ്. ഞാൻ ചെല്ലുമ്പോൾ ദേവമാഷ സംസാരിക്കാനായിട്ട് വിളിക്കുകയാണ്. ഞാൻ കാണുന്നത് ഒരു ക്രീം കളർ ബോത്ത് ധരിച്ചിട്ടുള്ള നിറച്ച താടിയുള്ള ഒരാളെയാണ്. അതേ രീതിയിലേക്ക് വന്നിട്ട് ഞങ്ങളുടെ മനസ്സിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഞാൻ നേരിട്ട് കാണുന്നത്. 93 എന്റെ 1993 ന്യൂമാഹയിലെ മലയാള കലാകാമ സ്ഥാപിക്കുന്നത്. അതൊരു വലിയൊരു സങ്കല്പമാണ്, വലിയൊരു ദർശനമാണ്, വലിയ സ്വപ്നമാണ്. അത് ഗോവിന്ദന്റെ സ്വപ്നമാണ്. ആ സ്വപ്നം ഗോവിന്ദന്റെ മരണത്തിന് ശേഷമാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത്. എ.പി. പട്ടേലും ദേവനും കൂടി ചേർന്നാണ് അത് സാക്ഷാത്കരിക്കുന്നത്. ഞങ്ങൾക്കൊരു കാര്യം തീർച്ചയാണ്, അച്ഛന്റെ പേരിൽ ഒരു പ്രതിമയോ സ്മാരകമോ അച്ഛനത് അത്ര ഉൾക്കൊള്ളാനാവില്ല. അതിൽ കൂടുതൽ ഇങ്ങനെയുള്ള ചെറിയ കൂട്ടായ്മകൾ ഈ വീടിന്റെ പരിസരത്ത് അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ ചെറിയ കൂട്ടായ്മകൾ, കവികളും ചിന്തകരും എഴുത്തുകാരും ചിത്രകാരന്മാരും ഒക്കെ വന്ന് പങ്കെടുക്കുന്ന ചെറിയ ചെറിയ കൂട്ടായ്മകൾ ഉണ്ടാവുക. അവിടെ പല കാലിക പ്രസക്തമായ കാര്യങ്ങളും ചർച്ച ചെയ്യുക, വിശകലനം ചെയ്യുക, ആശയങ്ങൾ പങ്കുവയ്ക്കുക. അത് കലയാവട്ടെ, നാടകമാവട്ടെ, സംഗീതമാവട്ടെ, ചിത്രകലയാവട്ടെ, മറ്റെന്തുമാകട്ടെ, കാലിക പ്രസക്തിയുള്ള എന്തുമാകട്ടെ, ചർച്ച ചെയ്യാൻ ഒരു വേദി ഒരുക്കി വെക്കുക, യുവാക്കളെ കൊണ്ട് ചിന്തിപ്പിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രീയ രംഗം വളരെ കലുഷിതമാണ്. അപ്പൊ അവിടെയൊക്കെ പുതിയ ചിന്തകൾ ഉണർത്തി വിടുക എന്നുള്ളതാണ്. അതായിരിക്കും അച്ഛന്റെ എം.വി. ദേവന്റെ താല്പര്യം എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ജനുവരി 15 അച്ഛന്റെ ജന്മദിനമാണ്. പക്ഷെ ജനുവരി 15 ആഘോഷിക്കുന്നതിനേക്കാൾ കൂടുതൽ അന്ന് കെ.സി.എസ്. പണിക്കർ, അച്ഛന്റെ ഗുരുവായ കെ.സി.എസ്. പണിക്കറിന്റെ ഓർമ്മദിനം കൂടെയാണ്. അപ്പം എല്ലാ ജനുവരി 15 അച്ഛൻ കെ.സി.എസിന്റെ ഓർമ്മദിനം, ഹോമേജ് ടു ഗുരു എന്ന് പറഞ്ഞാണ് അച്ഛൻ ചടങ്ങുകൾ സംഘടിപ്പിക്കാറുള്ളത്.
അതേ രീതി പിന്തുടർന്ന് ഞങ്ങളും ജനുവരി 15 അച്ഛൻ്റെ ജന്മദിനത്തിനെക്കാട്ടും KCS പണിക്കരെയും മറ്റ് അച്ഛൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും ഓർമ്മിക്കുവാനായിട്ടാണ് ഞങ്ങൾ ദേവാങ്കണത്തിൽ ഒത്തുകൂടാറുള്ളത്. അപ്പം ഇത് കഴിഞ്ഞ 3 വർഷമായി ഞങ്ങളിത് തുടരെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വർഷം ദേവസന്ധ്യയിൽ 2 കാര്യങ്ങളാണ് നടന്നത്. ഒന്ന്, പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമന് അച്ഛൻ്റെ പേരിലുള്ള സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് സമർപ്പിക്കുകയാണ്. ഈ അവാർഡ് തീരുമാനിക്കുന്ന കമ്മിറ്റി KK മാരാറും മാഷും മുത്തുക്കോയ പിന്നെ ആർട്ടിസ്റ്റ് മദനും ഈ 3 പേരാണ് ശ്രീ കാനായി കുഞ്ഞിരാമനെ തെരഞ്ഞെടുത്തത്. അദ്ദേഹത്തിന്റെ ആരോഗ്യം അത്ര നല്ല ഇതിലല്ലാത്തതുകൊണ്ട് ഇത്രയും ദൂരം സഞ്ചരിച്ചു വരാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ ഈ ഫെബ്രുവരി മാസത്തിൽ ഒരു ദിവസം അദ്ദേഹത്തിന്റെ കാഞ്ഞങ്ങാട്ടുള്ള വസതിയിൽ ചെന്ന് അവാർഡ് കൊടുക്കുന്നതായിരിക്കും. രണ്ടാമത്തെ കാര്യം, ഈ ദേവസന്ധ്യയിൽ ഞങ്ങൾ ചെയ്തത് അച്ഛൻ്റെ പേരിലുള്ള 2 പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കുകയാണ്. അത് 2014 അച്ഛൻ പോയ വർഷമാണ് 2014. 2014 അച്ഛനെ കുറിച്ച് പത്രങ്ങളിലും മാസികകളിലും വന്നിട്ടുള്ള വിവിധ ലേഖനങ്ങൾ അത് ഇംഗ്ലീഷിലും കൂടി വിവർത്തനം ചെയ്ത് 2 പുസ്തകമാക്കിയിട്ടാണ് ഞങ്ങൾ ഇവിടെ പ്രകാശനം നടത്തിയത്. പ്രശസ്തരായ ഈ 2 കലാകാരന്മാരെയും ഓർമ്മിച്ചുകൊണ്ട് ലൈഫ് കൊച്ചിക്ക് വേണ്ടി ആലുവയിൽ നിന്നും ബാബു ആലുവ.